ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ വീട്ടുവിശേഷങ്ങളോ വേറെ വിശേഷങ്ങളൊന്നുമില്ല. രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോഴേ ഇന്ന് വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് ഒരായിരം നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഷോർട്ടൊക്കെ ഇട്ടപ്പം ചിലർക്കൊക്കെ പിടികിട്ടി കാണും. അപ്പോൾ ഇന്ന് സുപ്പുവിൻ്റെയും നമ്മുടെ അണ്ണൻ്റെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹ വാർഷികയാണ് കേട്ടോ. 24 വർഷമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടായിട്ട്. അതിനകത്ത് കുഞ്ഞു ഇണക്കങ്ങളും കുഞ്ഞു പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളത് ഇതുവരെ കേട്ടോ. ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ഞങ്ങളെ രണ്ടുപേരെയും കൈപിടിച്ച് കുടുംബജീവനം തന്ന ഞങ്ങളെ എല്ലാ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണമാലിയൊക്കെ ചാർത്തി ഒന്നായ നിമിഷം ഉണ്ടല്ലോ, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കേട്ടോ. അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഒത്തിരി ചിരിക്കാനും ഒക്കെയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആർക്കും, നമുക്കെന്നല്ല ആർക്കും ആ ഒരു ദിവസം മറക്കാനൊക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് ചില സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഇരുന്ന് പൊട്ടിച്ചിരിക്കാറുണ്ട് ഇപ്പോഴും കേട്ടോ. അന്ന് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ് ചിരിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോൾ രാവിലെ അമ്പൂറ്റിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, തേങ്ങയൊക്കെ ഉടച്ചു ഗണപതി ഭഗവാന്. സന്തോഷമായി. അവിടെ ഒരു അത്ഭുതം നടന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ശിവനാണ് കേട്ടോ പ്രതിഷ്ഠ, ഒടയൻമുറ്റത്ത് ക്ഷേത്രത്തിൽ. അവിടെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ യോഗീശ്വര സ്വാമിയുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എവിടുന്നാന്ന് എനിക്കറിയത്തില്ല, ഒരു കൂവളത്തിൻ്റെ ഇല കുറച്ച് ഫുള്ളായിട്ടല്ല എൻ്റെ കൈ വന്ന്. സാരി ഞാൻ ഒറ്റ പ്ലേറ്റായിട്ട് ഇട്ടിരുന്നത്. അപ്പോഴിങ്ങനെ നിന്ന് തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് അറിയത്തില്ല എവിടുന്ന് വന്നതാണെന്ന്. ഒരു കൂവളത്തിൻ്റെ ഇലയുടെ കുറച്ച് ഭാഗം എൻ്റെ ഇങ്ങനെ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുവാണല്ലോ, അപ്പോഴെൻ്റെ കൈ വന്നങ്ങ് വീണു. എനിക്ക് ആദ്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കയ്യിലോട്ട് നോക്കിയപ്പം ഒരു കൂവളത്തിൻ്റെ ഒരു ഇല കേട്ടോ, ഇലയാണ്. അപ്പോഴും ഞാൻ നമ്മുടെ അണ്ണനെ ഇത് കണ്ടു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഇത് കണ്ടു എന്ന്. എനിക്ക് നമുക്കിങ്ങനെയൊക്കെ ഞാൻ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ദേവിയും അല്ല നമ്മുടെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ അവരുടെ കൈകളിലേക്കൊക്കെ വീഴുന്നത്. അങ്ങനെ ഒരു അനുഭവമായിപ്പോയി ഇന്ന് എനിക്ക്. ആ കൂവളത്തിൻ്റെ ഇല എൻ്റെ കൈ വന്ന് വീണപ്പോൾ ഞാൻ അത് കളയാതെ ഞാനിങ്ങനെ ഞാൻ അണ്ണനെ വിളിച്ചോണ്ട് ചിത്തു നോക്കി എവിടുന്നാന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ. അവിടെ ഒരു കൂവളത്തിൻ്റെ മരം നിൽപ്പുണ്ട്. എന്തായാലും എൻ്റെ ഈ 2 കൈയിലോട്ടാണ് വന്ന് വീണത് കേട്ടോ. നമ്മുടെ അണ്ണനും കിട്ടിയില്ല, എനിക്കാണ് അതിന് ഭാഗ്യം കിട്ടിയത്. സത്യമായിട്ട് എനിക്ക് അത്ഭുതം വന്നു. വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അണ്ണൻ പറഞ്ഞു അവിടെ കൊണ്ടല്ലെങ്കിൽ കൊടുക്കാമെന്നേ. എന്നിട്ട് ഇത് തപ്പി പിടിച്ച് ഇതിൽ സന്തോഷം അടക്കാനും പിന്നെ നമുക്കൊരു 3-4 പേരെ പോയി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ വരണം, എന്നാലേ നമുക്ക് നമ്മുടെ ശിവഭഗവാന്റെ അടുത്ത് വീണ്ടും എത്താൻ നോക്കൂ. ഞാൻ കൈ വെച്ചോളാൻ പറഞ്ഞു. കൈ ഞാൻ വെച്ചു. എന്തായാലും ഞാൻ വീണ്ടും അത് നമ്മൾ കൂവളത്തിൻ്റെ മാല വീണ്ടും നമ്മൾ വാങ്ങിച്ചത് അവിടെ കൊടുക്കുമല്ലോ, നമ്മുടെ ഭഗവാന് കൊടുക്കും. ഞാൻ അതിനകത്ത് ഞങ്ങൾ രണ്ടും കൂടെ വെച്ച് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു അത്ഭുതം നടന്നു കേട്ടോ. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. പക്ഷെ അതിങ്ങനെ ഞാൻ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ഇവിടെ നിന്നോ അത് കേട്ടോ എൻ്റെ കൈ വന്ന് വീണപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചതായിരിക്കും ഞങ്ങളെ രണ്ടുപേരെയും. എന്തായാലും പൊന്നു തമ്പുരാൻ ഇതുവരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. അതുപോലെ ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. എന്താ അങ്ങനെ പോയിട്ടൊക്കെ വന്ന് പോയിട്ട് വന്ന് കയറുന്നത് അവിടുന്ന് വന്നപ്പോഴും എനിക്ക് ഭയങ്കര നമ്മുടെ വീടും ഇച്ചിരി നല്ല ഇതൊക്കെ കണ്ടപ്പം വീണ്ടും സന്തോഷമായി. നമുക്ക് ആ ഒരു ഇച്ചിരി വീഡിയോ ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ എനിക്കങ്ങ് എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ അവിടെ സൂര്യൻ ചേട്ടൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു. കണ്ടോ എന്തൊരു കളറായിട്ട്. നമ്മുടെ ക്യാമറയ്ക്കകത്ത് എത്രമാത്രം ഇത് കറക്റ്റായിട്ട് കിട്ടുന്നെന്ന് എനിക്കറിയത്തില്ല. നല്ല ഭംഗിയുണ്ട്. ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നേ. കൊള്ളാം കേട്ടോ, രസമുണ്ട്. ഒരു മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. പേപ്പർ വന്നില്ലേ രാവിലെ? പേപ്പർ വന്നില്ലെന്ന് തോന്നുന്നില്ല. എല്ലാ ഭംഗിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങൾക്ക് ഏത്തപ്പഴമൊക്കെ കിട്ടി കേട്ടോ. ഒരേ ഏത്തപ്പഴം ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഞങ്ങൾ 1 കിലോ നമുക്ക് തൂക്കി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോഴും പിച്ചിപ്പൂവൊന്നും പറിക്കാതെയാണ് ഞാൻ പോയത്. രാവിലെ പോയതാണല്ലോ. നമ്മളെ ചെടിക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ മഞ്ഞ് തുള്ളിയിൽ കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരു മഞ്ഞുണ്ട് കേട്ടോ, ഇതുവരെയും വെയിൽ വന്നില്ല. അപ്പോഴത്തെ നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ. അത് നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ സൂര്യൻ ചേട്ടൻ എന്നൊക്കെ ഞാൻ അന്നേരം പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല സൂര്യഭഗവാനെ. നമ്മളിപ്പോൾ 9 മണിക്കൊക്കെ എഴുന്നേൽക്കും നമ്മളങ്ങനെ സൂര്യഭഗവാനെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന് മേളിലോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഉദിച്ച് നല്ല രസമുണ്ട്. കിഴക്കല്ല, ഇച്ചിരി മുകളിലായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത്? ആ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. രാവിലെ കേട്ടോ വന്ന് കയറുമ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന് കയറുമ്പോൾ എന്തായാലും ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ചിരിക്കാൻ പറ്റിയ സംഭവങ്ങളെന്ന് വെച്ചാൽ 10:11 ആ ഇടയ്ക്കായിരുന്നു നമ്മുടെ മുഹൂർത്ത സമയം. അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല. തബലക്കാരും ചെണ്ടകൊട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ തകർത്തു വാരി അവിടെ കൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴും പിന്നെ ഇവരൊക്കെ കഥകൾ പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത്. ആ സമയം ഇപ്പം ചെറുക്കനെ കണ്ടില്ലെന്ന് ചെറുക്കനെയും കൂട്ടരും ചെറുക്കൻ വന്നില്ല. എന്തായാലും വേറെ വണ്ടികളൊക്കെ വന്നായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ചെറുക്കനും കൂട്ടരും ഈ കല്യാണത്തിന് വന്നില്ല. അപ്പോഴത്തേനും അവിടെ പുറത്തു നിന്നവർ ആകെ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇവരെനിക്ക് കഥ പറഞ്ഞു തന്നെ കേട്ടോ. ചെറുക്കനെ കണ്ടില്ല, സമയമായി വരുന്നു, പെണ്ണവിടെ തയ്യാറായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു, കെട്ടിക്കോളാൻ വയ്യാതെ. അപ്പോഴെന്താണ് ചെറുക്കനും കൂട്ടരും വന്ന വണ്ടി അവരല്ല, വേറെ ടൂറിസ്റ്റ് ബസ്സുകാരായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ചപ്പാത്തുണ്ട് ബസ്, അതിലെങ്ങോട്ട് പോകത്തില്ലായിരുന്നു തോന്നുന്നു. എനിക്കറിയത്തില്ല ഇപ്പോഴും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ടൂറിസ്റ്റ് ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ കിടക്കുമോ. അപ്പോൾ ഈ വണ്ടി കയറി ഇറങ്ങാൻ ഒക്കത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എങ്ങാണ്ട് വണ്ടി ഇങ്ങനെ ഇതായിപ്പോയി, പൊതഞ്ഞു, അങ്ങനെ എങ്ങാണ്ട് ആയിപ്പോയി. അപ്പോഴങ്ങനെ ഈ ചെറുക്കൻ പിന്നെ പോയി കല്യാണം കഴിക്കാൻ നോക്കും. ബാക്കി നാട്ടുകാരെ വിളിച്ചോണ്ട് പോവാ ചെറുക്കൻ. അവരില്ലാതെ ചെറുക്കൻ പോയി കല്യാണം കഴിച്ചാൽ എങ്ങനെ? അങ്ങനെ അവരൊരുപാട് താമസിച്ച്. പിന്നെ ഇതൊക്കെ ഞാൻ അറിയുന്നത് കേട്ടോ. സംഭവം ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എന്നോട് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചാടി വന്ന് ഓടി വന്ന് മിന്നി കെട്ടിയതാണ് നമ്മുടെ അണ്ണൻ കേട്ടോ. അന്ന് എന്നെ കല്യാണം കഴിച്ചത് ഇപ്പോഴും പറയും, നിന്നെ ഞാൻ വന്ന് കല്യാണം കഴിച്ചത് എങ്ങനെ? അത് ചാടി ഓടി വന്ന് മാല എടുത്തങ്ങ് കെട്ടുമായിരുന്നു. മാലയല്ലല്ലോ, താലി എടുത്തങ്ങ് കെട്ടുമായിരുന്നു. ചുമ്മാ കേട്ടോ, ഇച്ചിരി കൂടെ സമയം കണ്ടായിരുന്നു. പക്ഷേ ഒരു അരമണിക്കൂർ മുമ്പ് 1 മണിക്കൂർ മുമ്പൊക്കെ ഈ ചെറുക്കന്മാർ വരത്തില്ല, എതിരേക്കൊക്കെ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ നമ്മുടെ ഇതിൽ. അപ്പോഴെന്തായാലും ഇച്ചിരി അവരും നമ്മുടെ വീട്ടുകാരെ ടെൻഷൻ അടിച്ച് നിൽക്കും. ഈ ചെറുക്കൻ എവിടെ പോയി? നമ്മുടെ അപ്പൻ്റെ മനസ്സിനകത്ത് ലഡു പൊട്ടിക്കാണുമേ, എൻ്റെ കുഞ്ഞിനെ ഇവൻ വഴിയാധാരമാക്കി കല്യാണമൊക്കെ ഉറപ്പിച്ച് ഇവനെ കാണുന്നില്ല, താലി കെട്ടാൻ സമയം ഇവനെ എവിടെ പോയെന്നൊക്കെ എൻ്റെ അപ്പൻ്റെ മനസ്സിനകത്ത് ലഡു പൊട്ടിക്കാണും കേട്ടോ. പാവം എൻ്റെ അപ്പൻ പിടിച്ചേൽപ്പിച്ച കരം എന്നെ പൊന്നോലെ ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഇവിടെ പൊന്നോലെ നോക്കുന്നുണ്ട് അപ്പൻ്റെ മോളെ കേട്ടോ. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഒരു കരച്ചിൽ വരും. നമ്മുടെ ആ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പം അതിപ്പം പോയി. മോളതിന് എപ്പോഴും പറയും, അമ്മ പിന്നെ അത് ശരിയാക്കിയില്ല കേട്ടോ. മറ്റേ കാസറ്റ് അല്ലായിരുന്നോ നമ്മുടെ അന്നത്തെ, പക്ഷെ അത് പിന്നെ 2 പ്രാവശ്യം ശരിയാക്കി. ഇപ്പം കൊച്ചുങ്ങൾ പറയും അത് കാണണമായിരുന്നു. പിന്നെ എനിക്ക് അറിയത്തില്ല, കാസറ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഇനി അത് ശരിയായി വരുമോയെന്ന് നമുക്കറിയത്തില്ല. അപ്പോഴിപ്പോഴും എനിക്ക് അന്നത്തെ നമ്മുടെ കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര എനിക്ക് ചങ്ക് കൊട്ടി കരയാൻ തോന്നി ഇപ്പോഴും. എന്ന് വെച്ചാൽ അതിനകത്ത് ഞാനിങ്ങോട്ട് പോരാൻ നേരം അപ്പനും അമ്മയും അത് തന്നെ, 2 പേരും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. സത്യം ഇപ്പോഴും എനിക്ക് അത് പറയുമ്പോൾ തന്നെ സങ്കടം വരും. കരളേ നീ കയ്യെ പിടിച്ച ആ ഒരു പാട്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അവർ നമുക്ക് ഇട്ട് തന്നത് എന്താ
കാസറ്റിൽ ആ പാട്ടായിരുന്നു. ചങ്ക് പറഞ്ഞ വേദന ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോഴും. ഫോട്ടോ ഉണ്ട് അതിൻ്റെ, ഞാൻ ഇനി ഇടയ്ക്ക് കാണിക്കാൻ കേട്ടോ. എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്ന് വെച്ചാൽ അയാളെ മോളായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കൂടെ അവരുമായിട്ടങ്ങ് ഭയങ്കര ഇതാവുമല്ലോ. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു 4 വർഷമാണോ 2 വർഷം കഴിഞ്ഞാണോ എൻ്റെ കല്യാണവുമായി. അപ്പോൾ പെട്ടെന്നായിരുന്നു അങ്ങനെ. എന്തായാലും പ്രായം ഞാൻ പറയുന്നില്ല എത്ര വയസ്സിലാണെന്ന്. അപ്പോഴും നിങ്ങൾ കണക്ക് കൂട്ടാ ഈ പെണ്ണുമ്പോളേക്ക് കിളവിയായി ഇവളെന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോഴങ്ങനെ നമ്മളെ ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു കല്യാണമൊക്കെ ആയിരുന്നു. നമ്മളെ ഒന്നും സ്വരുക്കൂട്ടിച്ചൊന്നും അങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുമല്ലോ കല്യാണത്തിൻ്റെതായ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ നമ്മൾ സന്തോഷമായിട്ട് എല്ലാവരും, ഞാൻ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, എന്നെ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അധികം വഴക്കുകളോ ഒന്നും ഈ സുപ്പ് ഒപ്പിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. അപ്പോൾ നല്ല വച്ചായിട്ട് ഇപ്പോഴും നമ്മുടെ ഇവിടെ ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരുടെ ഇതിൽ നമ്മളെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഇതുവരെ എൻ്റെ അറിവിൽ ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കുടുംബത്ത് ഒന്ന് കയറിയ പെൺപിള്ളേരുടെ കാര്യം നമുക്ക് അറിയാമല്ലോ. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുവരെ ആരോടെങ്കിലും എന്തെങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ക്ഷമ ചോദിക്കില്ല കേട്ടോ. ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴങ്ങനെ അന്ന് നമ്മുടെ അണ്ണൻ ലേറ്റായി വന്ന് വെപ്രാളം പിടിച്ചാണ് താലി ചാർത്തിയത്. പിന്നത്തെ സംഭവം വന്ന് കയറിക്കഴിഞ്ഞു. നമുക്കൊരു സമയമുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വന്ന് കയറാനുള്ള ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മളിവിടെ വന്ന് കയറിയില്ല. പഴയ വീട്ടിലാണല്ലോ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. ആ സമയത്തല്ല ആ സമയത്ത് നമ്മൾ റോഡിൽ നിന്ന് ഒത്തിരി ഫോട്ടോയും വീഡിയോ ഏതാണ്ടൊക്കെ എടുക്കണമായിരുന്നു. ഫോട്ടോയും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ പൂമാലയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമല്ലോ. അപ്പോഴങ്ങനെ നമ്മൾ പരസ്പരം അങ്ങനെ മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്തിട്ട സമയത്ത് എൻ്റെ കഴുത്തെ കിടന്ന ഒരു ചെറിയ ഇതുണ്ട്, നെക്ലേസ് ഉണ്ടല്ലോ, ചെറുത് ഒരെണ്ണമുണ്ട്, നെല്ലിൻ്റെ മാതിരി ഉള്ളത്, അതിനെക്കാട്ടിൽ ഇറക്കമുള്ള ഒരെണ്ണം. അറിയുന്നില്ല കേട്ടോ ഈ സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാല ഊരിയിട്ട സമയത്ത് അവിടെ കണ്ടങ്ങ് പോയി. പക്ഷേ ഇത് അറിയുന്നില്ല. അങ്ങനെ നമ്മളിവിടെ വന്ന് കയറി ഒത്തിരി കഴിഞ്ഞപ്പം ഇവിടെ ഒരു അമ്മൂമ്മ മുറ്റം തൂക്കാൻ വരികയായിരുന്നേ. ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ അമ്മൂമ്മ മുറ്റം തൂക്കാൻ വരികയായിരുന്നു. അപ്പം രാവിലെ ഈ ദക്ഷിണയൊക്കെ കൊടുത്ത സമയത്ത് അമ്മൂമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കാതെ പോയെന്ന് വെച്ചാൽ താമസിച്ചോ അമ്മൂമ്മ വരാതെയോ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഈ വൈകിട്ട് വന്ന് കയറിയപ്പം ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ബെറ്റയില്ലായിരുന്നു. നമ്മുടെ ബെറ്റിലൊക്കെയകത്തല്ലേ ദക്ഷിണ കൊടുക്കുന്നത്. അപ്പോഴെല്ലാവരും പറഞ്ഞു അമ്മൂമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കണമല്ലോ, അപ്പുറത്ത് കടയുണ്ട്, നമ്മുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, അവിടെ വെറ്റയൊക്കെ ഉണ്ട്. അപ്പോഴവിടെ അണ്ണൻ തന്നെ പോയി ബെറ്റ വാങ്ങിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു മാലയൊക്കെ എടുത്തുകൊണ്ട് ആൾ വന്നത് ഞാനും അറിയുന്നില്ല കേട്ടോ. നമ്മൾ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴും വന്നിട്ട് പറയുന്നത് എനിക്കൊരു മാല കിട്ടി, ആരുടെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഇവിടെ കാഷ്യൂ ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ പോകും, അവരുടെ ആണെന്നാണ് വിചാരിച്ചത്. ഇത് ഞാനും കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാനും ഒന്നും വിചാരിച്ചില്ല വേറെ ആരുടെയെങ്കിലും. പിന്നെ ബോധം വന്നു, എൻ്റെ തലയ്ക്ക് എന്തോ ഒരു ഓളം വന്ന് ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഈ മാലയില്ല. അപ്പോഴും ഞാൻ പെട്ടെന്ന് അയ്യോ എൻ്റെ മാലയാണല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി തട്ടി പറിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്ന മുതലാട്ടോ. അതങ്ങനെ വേറെ ആരും കൊണ്ടുപോകാൻ ദൈവം സമ്മതിച്ചില്ല. നമ്മുടെ കൈകളിൽ തന്നെ ദൈവം അത് തിരിച്ചു തന്നു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും അത് കൊണ്ടുപോകാൻ. അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെയോ കൊളുത്ത് അകന്ന് പോയതാട്ടോ. അങ്ങനെ നമുക്ക് തന്നെ അത് കിട്ടും. അപ്പോഴും നോക്കിക്കൊണ്ട് ദൈവം അപ്പോഴും ഓടിച്ച് വിട്ടതാണല്ലോ. ഈ ബെറ്റ വാങ്ങിക്കാനും ഒക്കെ ദൈവം തന്നെ ഓടിച്ച് വിട്ടതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ വിചാരിക്കും അമ്മൂമ്മയ്ക്ക് രാവിലെ കൊടുക്കാൻ പറ്റിയില്ല, വൈകിട്ടും കൊടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചാൽ നമുക്കിത് കിട്ടത്തുമില്ലായിരുന്നു. ഏത് സംഭവം ഉണ്ടായി. എന്തായാലും പിന്നെ വേറെ ഈ ദിവസം തന്നെ വേറെ ഫിറ്റുകളൊക്കെ ഉണ്ടായി. അതൊക്കെ നല്ല രസമായിട്ടോ. അപ്പോഴതൊക്കെയാണ് ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ട് കേട്ടോ. അപ്പോഴെന്തായാലും പക്ഷെ ആ കാസറ്റ് നമുക്കിനി അത് ശരിയായി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഭയങ്കര വഴക്കം മക്കൾ കേട്ടോ, അത് കാണണമെന്നും പറഞ്ഞ്. എന്ന് വെച്ചാൽ ഇവരെ ഞങ്ങൾ കൊണ്ടുപോയില്ലല്ലോ കല്യാണത്തിന്. മനസ്സിലായവർക്ക് മനസ്സിലാവും. ഇവരെ ഞങ്ങൾ കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ അതിപ്പം കാണണമെന്ന്. എന്ത് പറയാം, പിള്ളേരെ ഒരു കാര്യം. അങ്ങനെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള
ദിവസമാണ് കേട്ടോ ഈ കല്യാണ ദിവസം എന്നും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് സങ്കടം വരും കേട്ടോ. എനിക്ക് ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ സങ്കടം വരും. എന്നിട്ടോ എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ പിടിവിടത്തില്ല, എൻ്റെ അണ്ണൻ്റെ കൂടെ എന്നെ പറഞ്ഞു വിടത്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. എന്ന് വെച്ചാൽ ചേച്ചി കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് അമ്മയ്ക്ക് എപ്പോഴും അങ്ങ് അസുഖങ്ങളൊക്കെ ആയിരുന്നു. കൂടുതൽ സമയം ഞാനും അമ്മയും കൂടെ ആണല്ലോ വീട്ടിലിങ്ങനെ ഇത് ഭയങ്കര കൂട്ടായിട്ട് നമ്മൾ അമ്മയുടെ പുറമെ ഞാനും പോകത്തില്ലായിരുന്നു, എന്നെ ഇട്ടിട്ട് അമ്മ എങ്ങും പോകത്തില്ല. അപ്പോഴങ്ങനെ നമ്മളങ്ങ് കൂടുതലങ്ങ് അടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ആയപ്പോൾ കല്യാണമൊക്കെ ഉറച്ചു കഴിഞ്ഞ സമയത്ത് അമ്മ തന്നെ ഇരുന്ന് കരയുന്ന കാണാം കേട്ടോ. ഇപ്പോഴും അതൊക്കെ ഓർക്കും. എൻ്റെ അടുത്തുനിന്ന് മാറി അമ്മ നമുക്ക് കിഴക്കെ വാതിലിൻ്റെ അവിടെയൊക്കെ അല്ല അമ്മമാരുടെ മനസ്സ് നോക്കിക്കോടാം. പെൺമക്കളുടെ കല്യാണമൊക്കെ ആയി വരുമ്പോൾ അവർക്ക് വിഷമം വരും. അവർക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും വിഷമം വരും. ഇപ്പോഴും അതൊക്കെ ഓർക്കും എനിക്ക് സങ്കടം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മമാരെ അമ്മമാരെയാണേലും നമ്മുടെ അപ്പന്മാരെ ആരെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത് കേട്ടോ. അപ്പോഴാണ് അവർ നമ്മളെ പൊന്നുപോലെ പഠിപ്പിച്ചും വളർത്തിയും നമ്മളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാണെങ്കിലും നമ്മളെ അവരെ പൊന്നുപോലെ നോക്കണം കേട്ടോ. ഇപ്പോഴും നമുക്ക് ആരോടും ഒരു സ്നേഹക്കുറവില്ല. അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണെങ്കിലും നമുക്ക് അവർ സ്വന്തമായി കഴിയുമ്പം പിന്നെ ചില പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ടേ. അവർ ബാക്കിയുള്ളവരുമായിട്ട് ഭർത്താക്കന്മാർ അധികം അങ്ങോട്ട് സമയം ചിലവാക്കാനോ അവരുമായിട്ട് ചില പെൺപിള്ളേരങ്ങനെ. പക്ഷേ അങ്ങനെ നമ്മളെ പോലെ തന്നെയാണ് അവരും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതാണ് നമ്മുടെ ഭർത്താക്കന്മാർ. പെട്ടെന്ന് ഒരു പെണ്ണ് വന്ന് കയറി കഴിയുമ്പം അവരിൽ നിന്ന് അകലുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് എന്തൊരു വിഷമമായിരിക്കും അല്ലേ. അങ്ങനൊന്നും ആരും ചെയ്യരുത് കേട്ടോ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിഷമിപ്പിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ കണ്ണിൽ നിന്നുള്ള കണ്ണീര് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഗുണം പിടിക്കത്തില്ല. സത്യമായിട്ടുമാണ് അവരെ വിഷമിപ്പിക്കുകയേ ചെയ്യരുത്. നമ്മൾ ഉള്ളത് കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് നമ്മൾ കഴിഞ്ഞുകൂടുക കേട്ടോ. അപ്പോഴേ അതൊക്കെ ഉള്ളു ഞാനിപ്പോഴും നമ്മുടെ എൻ്റെ മക്കളോടാണെങ്കിലും ഞാൻ പറഞ്ഞ നമ്മുടെ അണ്ണനൊക്കെ ഒരു 10-52 വയസ്സായെങ്കിലും ആരെയും ഇതുവരെയും ഞാൻ കേട്ടിട്ട് അമ്മ എന്ന് പറയുന്നതല്ലാതെ അങ്ങനെ വിളിക്കുന്നില്ലാതെ വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങുച്ചൻ പറയൊന്നുമല്ല ഞാൻ. പക്ഷേ ഇതുവരെ ഞാൻ അല്ലാതൊന്നും എന്തെങ്കിലും ഒരു വഴക്ക് പോലും അമ്മയോടോ അപ്പനോടോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ആരെയും അങ്ങനെ സാധു മനുഷ്യനാണ് നമ്മുടെ സുരേഷേട്ടൻ കേട്ടോ. ഞാൻ ചെന്ന് ചൊറിയുന്നതല്ലാണ്, പുള്ളിക്കാരൻ ചെന്ന് ചൊറിയത്തില്ല കേട്ടോ. ആരെങ്കിലും അടിക്കാൻ വന്നാൽ എൻ്റെ അണ്ണൻ്റെ മുഖം കണ്ടാൽ അവർ ചിരിച്ച് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് തിരിച്ചു പോകും. അതുപോലാണ് നമ്മളണ്ണൻ കേട്ടോ. ആരെയും സത്യം ഞാൻ ഇത്രയും നാളും എൻ്റെ കൂടെ ചേർന്ന് ഞാനും അങ്ങോട്ട് ചേർന്ന്, പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു ദേഷ്യമോ ഒന്നും ആരോടും അങ്ങനെ. പിന്നെ ദേഷ്യപ്പെടും, കുഞ്ഞു എന്തെങ്കിലും ആകുമ്പം ഒന്ന് ദേഷ്യപ്പെടും, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആളിനെ. അവിടെ ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയുന്നു, പൊന്നുപോലെ നോക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആണല്ലോ നമ്മുടെ മാതാപിതാക്കൾ കൂടുതൽ സന്തോഷിക്കുന്നത്. ഇവിടുത്തെ ആണെങ്കിലും അല്ലേ, അവിടുത്തെ എന്ന് ഒരു പ്രത്യേകതയില്ല. നമ്മളൊന്നാണ് അല്ലേ. ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മളൊന്നാണ്. പിന്നെ ഇവിടുത്തേന്ന് ഒന്നും പറയാൻ കാര്യമില്ല അല്ലേ. നമ്മളൊന്നാണ്, ഒരു കുടുംബമാണ്. ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ അതൊരു കുടുംബമാണ്. അപ്പോൾ ചിലയിടത്ത് പ്രശ്നങ്ങൾ കാണും, അതൊന്നും ഒരു പ്രശ്നമില്ല. എന്തായാലും ദൈവം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു കുടുംബം പോലെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു കേട്ടോ. പിന്നെ ഒരു കൈ മാത്രം ഇട്ടടിച്ചത് കൊണ്ട് ശബ്ദം ഉണ്ടാകത്തില്ല, 2 കൈയും കൂടെ കൂട്ടി അടിക്കുമ്പോഴാണ് അവിടെ ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് 2 കൈയും കൂടെ കൂട്ടി നമുക്ക് അടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. പിന്നെന്താ, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുവരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി കേട്ടോ. സുഖവും ദുഃഖവും ഒക്കെ കാണും ഒരു ജീവിതത്തിൽ. നമുക്ക് സന്തോഷവും സങ്കടങ്ങളും എല്ലാം കാണും. അതൊക്കെ ഷെയർ ചെയ്ത് 2 കൂട്ടരും കൂടെ ജീവിച്ചു പോകണം. അതല്ലേ നല്ലത്. അതാണ് നല്ലത്. പ്രായമാകുമ്പോൾ മക്കളൊക്കെ കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും.
പിന്നെ ആരൊക്കെയാണ്? നമ്മൾ രണ്ടും മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ഈ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ പങ്കിടാൻ. അപ്പോൾ ഭാര്യ ഭർത്താവിനെയും ഒന്നും പറയരുത്, ഭർത്താവ് ഭാര്യയും ഒന്നും പറയരുത്. ചില അച്ഛന്മാർ പറയത്തില്ല നീ കഴിച്ചില്ലേലും നിൻ്റെ ഭാര്യയെ കഴിപ്പിക്കണമെന്ന്. അങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല കൂടുതലായിട്ട്. അയ്യോ എൻ്റെ ദൈവമേ, അച്ഛന്മാരാരും കേൾക്കല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പള്ളികളിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നീ കഴിച്ചില്ലേലും കുഴിച്ചില്ലേലും എൻ്റെ ഭാര്യയെ സന്തോഷമായിട്ട് കഴിക്കാനും കുടിക്കാനും അനുവദിക്കണം അല്ലേ. അപ്പോഴങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ സുക്കുവിൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. ഇന്ന് ഞാൻ ഒരു പണിയും ചെയ്യത്തില്ല. ഇന്ന് ഞാൻ കല്യാണ പെണ്ണായിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു പണിയും ചെയ്യത്തില്ല എന്ന് വെച്ചാൽ അടുക്കള ചെയ്യാതിരിക്കാം. നമ്മൾ കഴിച്ചു ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷം. കല്യാണത്തിൻ്റെ അന്നുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. ഉണ്ട്, പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ പറയും, ഞാൻ അന്ന് ചോറുണ്ടില്ല, എങ്ങനെ ചോറ് കഴിക്കാനാ ക്യാമറക്കാരൻ ഫുള്ളിങ്ങനെ നിൽക്കും, എങ്ങനെ വാരി കഴിക്കാനാ. അങ്ങനെ ഇപ്പോഴും ഞാനത് ഓർക്കും. ഇപ്പോഴും ഞാൻ എനിക്ക് കിട്ടിയ പച്ചടിക്കകത്തൊരു മുന്തിരിങ്ങ ഇങ്ങനെ കണ്ണ് തള്ളിയിരിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തിച്ചിരിക്കും കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ നാണം കെട്ട് നമ്മൾ കഴിക്കത്തില്ല. ക്യാമറക്കാർ പറയും ഇങ്ങനെ തിന്ന്, അങ്ങനെ തിന്ന്, ഇങ്ങനെ തിന്ന്, അങ്ങനെ ചിരിക്കും, ഇങ്ങനെ നോക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യും? നിങ്ങൾ പറ. എനിക്ക് അന്നേരം നാണക്കേടായിരുന്നു. അന്നത്തെ നമ്മുടെ ഓരോന്ന് കേട്ടോ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീണ്ട് പരന്നങ്ങ് പോകും നമ്മുടെ വീഡിയോ. ഇപ്പം തന്നെ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, സമയമൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ഇനി നമ്മൾക്ക് നാളെ മറ്റന്നാളിലും ഒക്കെ സമയമുണ്ടല്ലോ, അപ്പോഴൊക്കെ കുറച്ച് കഥകളായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കല്യാണത്തിൻ്റെ കുഞ്ഞു വിശേഷങ്ങളും അതൊക്കെയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്നത്തെ എല്ലാവരും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഞങ്ങളുടെ ബലം കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.